ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ 1-ാം 47 ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന വചനത്തിലൂന്നി ഇന്ന് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ട വ്യക്തികളെ തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നുണ്ട്. തൻ്റെ രക്ഷണ്യവേലയെക്കുറിച്ച് സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ വരെ സുവിശേഷം അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ശിഷ്യന്മാർ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് നഥാനിയേലിനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ വന്നു കാണുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. നഥാനിയേലിനെ കാണുമ്പോൾ കർത്താവ് താൻ പറയുന്ന വചനമാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്നുള്ളത്. സത്യവേദ പുസ്തകത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവം പലകുറി ഇസ്രായേലിന് വേണ്ടി ഇടപെടുന്നത് നാം കാണുന്നുണ്ട്. എന്താണ് ഒരു ഇസ്രായേലിന്റെ പ്രത്യേകത? ദൈവം തനിക്കായി വേർതിരിച്ചിരിക്കുന്ന ജനസമൂഹമാണ് ഇസ്രായേലിയർ. ദൈവത്തിന്റെ ന്യായപ്രമാണം അണുകിട വിടാതെ പ്രാവർത്തികമാക്കുവാൻ ശുഷ്കാന്തിയുള്ള ജനത. അവരിൽ കാപട്യം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതിൽ അതിശയോക്തിയില്ല. എങ്കിലും നഥനിയേലിന്റെ സ്വഭാവ സവിശേഷതകളും അതിൽ വരുന്ന മാറ്റങ്ങളും അതിലൂടെ കൈവന്ന വാഗ്ദത്തങ്ങളെ പറ്റിയും നമുക്ക് ഒന്ന് വീക്ഷിക്കാം. വിശുദ്ധ യോഹന്നാൻ 1-ാം 45 താൻ കണ്ടെത്തിയ രക്ഷകൻ നസ്രേത്തുകാരനായ യേശുവാണ് എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ മാനുഷിക സഹജമായ സംശയത്തോടുകൂടി നഥനിയേൽ പറയുന്നുണ്ട്, നസ്രേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന്. ആ സംശയ ഹൃദയത്തോടുകൂടി തന്നെ കർത്താവ് അവനെ സ്വീകരിക്കുമ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതിയിലാണ് നാം നഥനിയേലിനെ കാണുന്നത്. എന്നെ എവിടെ വെച്ച് അറിയും എന്നുള്ള അവന്റെ ചോദ്യത്തിന്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറയുന്നു. നഥനിയേലിന്റെ മനസ്സിൽ വലിയൊരു പരിവർത്തനം അവിടെ ഉണ്ടാവുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നഥനിയേൽ പറയുകയാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന്. വളരെ വികാരഭരിതമായ ഒരു രംഗമായി ഞാൻ ഇതിനെ മനസ്സിൽ കാണുന്നു. പലപ്പോഴും ദൈവിക പ്രവൃത്തികളോട് മറുതലിച്ച് സംശയാലുക്കളും ചോദ്യം ചെയ്യുന്നവരുമായി നാം മാറുമ്പോൾ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളെ അറിയുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുമ്പോഴും നഥനിയേലിനെ പോലെ ഒരു മാനസിക പരിവർത്തനത്തിന് പലപ്പോഴും നാം വിധേയപ്പെടാറില്ല എന്നതാണ് നമ്മുടെ പരാജയം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. താൻ ആരാണ് എന്നും തൻ്റെ സ്ഥാനം എവിടെയായിരുന്നു എന്നും യേശു സൂചന കൊടുക്കുമ്പോൾ തന്നെ ദൈവം തന്നെ അറിയുന്നുവെന്ന് നഥനിയേൽ തിരിച്ചറിയുന്നു. അത് അവന്റെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുകയും യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മെ അറിയുന്ന തമ്പുരാനെ നാം അറിയാനായി നമുക്ക് മുൻപിൽ പല അത്ഭുതങ്ങളും ഉണ്ടാകും. അത് എല്ലാം തിരിച്ചറിവുകളാവുമ്പോഴാണ് നാം വാഗ്ദത്തങ്ങളെ നേടുന്നത്. നഥനിയേലിനെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്നും വീഴുമ്പോൾ മാത്രമാണ് നന്മ പ്രാപിപ്പാൻ സാധിക്കുന്നത്. നഥനിയേലിന്റെ സ്വഭാവത്തിന്റെ 3 തലങ്ങൾ നാം ഇപ്പോൾ കണ്ടു. 1, സംശയാലുവായ വ്യക്തി, എ ഡൗട്ട്ഫുൾ പേഴ്സൺ. 2, ചോദ്യം ചെയ്യുന്ന വ്യക്തിത്വം, എ ക്വസ്റ്റ്യൻ മാസ്റ്റർ. 3, തിരിച്ചറിവുള്ള വ്യക്തി, ഫുള്ളി ഇൻഫോംഡ് പേഴ്സൺ. ഈ തിരിച്ചറിവ് നേടിയ നഥനിയേലിന് ദൈവം നൽകിയ വാഗ്ദാനമാണ് വിശുദ്ധ യോഹന്നാൻ 1-ാം 51 നാം കാണുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും
മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. എത്ര മനോഹരമായ വാഗ്ദാനമാണ് എന്ന് ശ്രദ്ധിച്ചേ. തിരിച്ചറിവ് നേടുമ്പോൾ സ്വർഗം കാണായി വരുന്നു. ദൈവദൂതന്മാരെയും മനുഷ്യപുത്രനെയും കാണാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ബുദ്ധിയെ കാർമേഘം പോലെ മൂടിയിരിക്കുന്ന ചിലത് മാറുമ്പോൾ സ്വർഗീയ കാഴ്ചകൾക്കാണ് നാം സാക്ഷിയാകുന്നത്. അപ്പോഴാണ് നാം യഥാർത്ഥ ഇസ്രായേലിനും കപടമില്ലാത്ത വ്യക്തിത്വവുമായി മാറുന്നത്. വചനം അനുസരിക്കുന്നവരും കാപട്യം ഇല്ലാത്തവരുമായി ചെന്നായ്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ വിശ്വാസം മുറുകെ പിടിച്ച് വാഗ്ദാനങ്ങളെ പ്രാപിച്ച് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന അംഗീകാരം നേടി മുന്നോട്ടു പോകാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.